പുതിയ അധ്യയന വർഷം അടുത്തതോടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയ്ക്കും കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനുമായി എക്സൈസ് രംഗത്ത്. സ്കൂൾ പരിസരങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. ഇതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുവാനാണ് എക്സൈസിന്റെ തീരുമാനം. ലഹരി വിതരണക്കാർ സ്കൂൾ വിദ്യാർത്ഥികളെ സമീപിക്കുന്നത് തടയാൻ വിദ്യാലയങ്ങൾക്ക് സമീപം എക്സൈസ് പെട്രോളിംഗ് ശക്തമാക്കും. സ്കൂൾ പരിസരത്ത് വന്നുപോകുന്നവരെയും കറങ്ങി നടക്കുന്നവരെയും നിരീക്ഷിക്കും. സ്കൂൾ പരിസരത്തെ കടകളിൽ പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. വിദ്യാർത്ഥികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സ്കൂളുകൾക്ക് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന ഇതിനോടകം ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ, കുറ്റിക്കാടുകൾ എന്നിവ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞിരിക്കാൻ പറ്റിയ ഇടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകും. കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസിനെ അറിയിക്കുവാൻ പ്രധാനാധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, വാർഡംഗം, വ്യാപാരി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി PTA മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ മിക്ക ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ അധ്യയന വർഷം ഇവ പുനഃസംഘടിപ്പിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ഓരോ സ്കൂളിലെയും ചുമതല ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കൗൺസിലിംഗും ആവശ്യമെങ്കിൽ ശാസ്ത്രീയ ചികിത്സയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് വ്യക്തമാക്കി. എല്ലാ സ്കൂളുകളിലും രൂപീകരിച്ചിട്ടുള്ള സ്കൂൾ തല ജാഗ്രതാ സമിതികളും പുനഃസംഘടിപ്പിച്ച പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനാണ് എക്സൈസിന്റെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്.